ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ കണ്ടെത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം റൈസിയും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ആരും തന്നെ ജീവനോടെ ഉണ്ടാകാനിടയില്ലെന്ന് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. രക്ഷാദൌത്യത്തിന് ഇറാന് സഹായവുമായി റഷ്യയും തുർക്കിയും രംഗത്തെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ അയച്ചു. പ്രത്യേക പരിശീലനം ലഭിച്ച 47 പേരടങ്ങിയ സംഘത്തെയും ഒരു ഹെലികോപ്റ്ററും റഷ്യ നൽകുകയും ചെയ്തു. ഈ ഡ്രോണുകളിൽ ഒന്ന് അപകടസ്ഥലം കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ രക്ഷാസേന അവിടെ എത്തുകയും ചെയ്തു. ഇതോടെയാണ് ആരും ജീവനോടെയില്ലെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. റൈസിയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളാഹിയനും അപകടത്തിലാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പ്രസിഡന്റിന്റെ വിമാനം ഇടച്ചിറക്കിയെന്ന വിവരമേ ഇറാൻ മാധ്യമങ്ങൾ ആദ്യമേ പുറത്തുവിട്ടിട്ടുള്ളൂ. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകടസ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമാവുകയാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അപകട സമയം പ്രസിഡന്റും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചത്. ഇതിനപ്പുറത്ത് സ്ഥിരീകരണമൊന്നും ആരും നൽകുന്നില്ല. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണ് പല മാധ്യമങ്ങളും വാർത്ത നൽകിയത്. അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടെന്ന് ഇതുവരെ ഇറാൻ ആരോപിച്ചിട്ടില്ല. അതിനിടെ റൈസിയുടെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു. ഈ അവസരത്തിൽ തങ്ങൾ ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചിരുന്നു. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ US പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവധിക്കാലം വെട്ടിച്ചുരുക്കി അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. അങ്ങനെ ആഗോളതലത്തിൽ ചർച്ചകളും സജീവമാണ്. കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത്. അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ 2 അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി. അപ്പോഴാണ് അപകടം സംഭവിച്ചത്. എന്തായാലും റൈസിക്കൊപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ മരണപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതൊക്കെ തന്നെ ഇറാന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടോ എന്ന് ഇറാൻ ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. തുടക്കത്തിൽ അവർ ദുരൂഹത ആരോപിച്ചിരുന്നില്ല. ഇതൊരു അപകട മരണം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ഇറാൻ. അതിന് പിന്നാലെ ഇപ്പോൾ ഔദ്യോഗികമായി റൈസി കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്.